ഇലോൺ മസ്കിന് കേന്ദ്രത്തിന്റെ താക്കീത്. രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടാൽ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാൻ എക്സ് ബാധ്യസ്ഥരാണെന്ന് ഇന്ത്യൻ സർക്കാർ. നിയമങ്ങൾ പാലിക്കാതെ കമ്പനിക്ക് മുന്നോട്ടു പോകാനാവില്ലെന്നും ഭീഷണി. രാജ്യത്ത് ഡിജിറ്റൽ അവകാശങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യവും നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളികളുടെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സ് പ്ലാറ്റ്ഫോമിന് കേന്ദ്ര സർക്കാർ നൽകിയ താക്കീത്. ഗവൺമെന്റുകളുടെ നിർദ്ദേശപ്രകാരം നീക്കം ചെയ്യപ്പെടുന്ന പോസ്റ്റുകളും അക്കൌണ്ടുകളും ഏത് ഏജൻസിയുടെ ആവശ്യപ്രകാരമാണ്, ഏത് നിയമപരമായ വ്യവസ്ഥകൾ ഉദ്ധരിച്ചാണ് വിലക്കിയത് തുടങ്ങിയ വിവരങ്ങൾ പ്ലാറ്റ്ഫോമിലൂടെ സുതാര്യമായി പരസ്യമാക്കുമെന്ന് ഇലോൺ മസ്ക് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക എന്ന കർശന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. IT ആക്ടിലെ സെഷൻ 69A പോലുള്ള വ്യവസ്ഥകൾ ഉപയോഗിച്ച് നടത്തുന്ന ഉള്ളടക്കം നീക്കം ചെയ്യലുകൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന കർശന വ്യവസ്ഥ ചൂണ്ടിക്കാണിച്ചാണ് ഭരണകൂടം പ്ലാറ്റ്ഫോമുകളുടെ കൈകൾ ബന്ധിക്കുന്നത്. സെൻസർഷിപ്പുകൾ എന്തിനു വേണ്ടി നടത്തി എന്ന് ജനങ്ങൾ അറിയുന്നത് തടയുന്ന ഈ നിലപാട് ഭരണകൂടത്തിന്റെ ഭയത്തെയും ജനാധിപത്യപരമായ സുതാര്യതയോടുള്ള എതിർപ്പിനെയും മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഏതൊരു ജനാധിപത്യ സമൂഹത്തിലും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും വിയോജിപ്പുകൾ രേഖപ്പെടുത്താനും പൗരന്മാർക്ക് അവകാശമുണ്ട്. എന്നാൽ വിവരസാങ്കേതിക നിയമങ്ങളുടെ മറവിൽ വിമർശനങ്ങളെയും പ്രതിഷേധങ്ങളെയും പൂർണ്ണമായി അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. തങ്ങളുടെ വീഴ്ചകളും കള്ളപ്രചാരണങ്ങളും പുറത്തുവരുമോ എന്ന ഭയമാണ് സുതാര്യമായ സെൻസർഷിപ്പ് വിവരങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ നിലപാടെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. ഭരണകൂടത്തിന് അസൗകര്യമുണ്ടാക്കുന്ന വാർത്തകളും വിശകലനങ്ങളും നിശബ്ദമാക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഉള്ളടക്കം നീക്കം ചെയ്തതെന്ന് അറിയാനുള്ള അവകാശം പോലും ഉപയോക്താക്കൾക്ക് നിഷേധിക്കപ്പെടുന്നു. കർഷക പ്രക്ഷോഭങ്ങൾ, വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ തുടങ്ങിയ നിർണായക സന്ദർഭങ്ങളിൽ നിരവധി അക്കൌണ്ടുകളും പോസ്റ്റുകളും ബ്ലോക്ക് ചെയ്യാൻ ഉത്തരവിട്ട ചരിത്രം കേന്ദ്ര സർക്കാരിനുണ്ട്. ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും ഏജൻസികളെക്കുറിച്ചുള്ള വിവരങ്ങളും പരസ്യപ്പെടുത്തുന്നത് പ്ലാറ്റ്ഫോമുകളിൽ സ്വതന്ത്രമായി സംസാരിക്കുന്ന ഉപയോക്താക്കൾക്ക് കൂടുതൽ വ്യക്തത നൽകും. പ്ലാറ്റ്ഫോമുകൾ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് ജനാധിപത്യപരമായ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുമെന്നിരിക്കെ അതിനെ ചട്ടങ്ങളുടെ പേരു പറഞ്ഞ് തടയാൻ നോക്കുന്നത് ഏകാധിപത്യ പ്രവണതയാണ്. രാജ്യത്തെ നിയമം അനുസരിക്കണം എന്ന വാദം തത്വത്തിൽ ശരിയാണെങ്കിലും അത് ഭരണകൂടത്തിന്റെ വിവേചന അധികാരങ്ങളെയും സെൻസർഷിപ്പുകളെയും ചോദ്യാതീതമാക്കാൻ ഉപയോഗിക്കുന്നത് അപകടകരമാണ്. സ്വതന്ത്രമായ ഡിജിറ്റൽ ഇടങ്ങളെ ഭയപ്പെടുന്നതും തെറ്റായ വിവരങ്ങളും നയപരമായ പരാജയങ്ങളും വെളിപ്പെടാതിരിക്കാൻ ഡിജിറ്റൽ സെൻസർഷിപ്പ് രഹസ്യമാക്കി വെക്കുന്നതും ആരോഗ്യകരമായ ജനാധിപത്യത്തിന് ചേർന്നതല്ല. ഡിജിറ്റൽ സുതാര്യത നിഷേധിക്കുന്നത് ആത്യന്തികമായി പൗരന്മാരുടെ വിവരങ്ങൾ അറിയാനുള്ള അവകാശത്തെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയുമാണ് തകർക്കുന്നത്.